ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് രുചികരമായ വൈറ്റ് സോസ് പാസ്ത എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ തിളച്ച വെള്ളത്തിലേക്ക് മാക്രോണി പാസ്ത ചേർത്ത് ഇത്തിരി ഉപ്പും വെജിറ്റബിൾ ഓയിലും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് മാക്രോണി പാസ്തകൾ വെന്തതിന് ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിനെ മാറ്റി വയ്ക്കാം. ഇനി ചീനച്ചട്ടി എടുത്ത് അല്പം ബട്ടർ ചേർത്ത് ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോൾ വെളുത്തുള്ളിയും സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയ ശേഷം ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കവും കൂടെ ചേർത്ത് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കണം. ഇളക്കിയിട്ട് ഈ സവാള ഗോൾഡൻ ബ്രൗൺ ആകും വരെ കാത്തിരിക്കേണ്ടതില്ല. ഏതാണ്ട് പാതി വെന്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ ചീനച്ചട്ടിയിൽ 2 ടീസ്പൂൺ അളവിൽ ബട്ടറും ചേർത്ത് നന്നായിട്ട് ഉരുകിയ ബട്ടറിലേക്ക് 2 ടീസ്പൂൺ മൈദയും കൂടെ ചേർത്ത് ഇളക്കാം. മൈദ നല്ല രീതിയിൽ മിക്സായതിന് ശേഷം ആവശ്യത്തിന് പാൽ കൂടെ ചേർക്കാം. നല്ല രീതിയിൽ ഇളക്കാം. പാലിൽ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കാം. പാല് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകിയ ശേഷം അതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ കൂട്ട് ചേർത്ത് കൊടുക്കാം. അല്പം കൂടെ കുറുകിയ ശേഷം നേരത്തെ തയ്യാറാക്കിയ പാസ്ത ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇവയെല്ലാം ഒന്ന് കുറുകി കിട്ടാൻ കുറച്ച് നേരം കൂടെ അടുപ്പത്ത് വച്ചിരിക്കാം. നിങ്ങൾ ഈ കാണുന്ന പോലെ നല്ല രീതിയിൽ കുറുകി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ പ്ലേറ്റിലേക്ക് മാറ്റാം. രുചികരമായ ക്രീമി വൈറ്റ് സോസ് പാസ്ത തയ്യാറായി കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ബൈ ഗായ്സ്.